ആ നീ നല്ല സ്വഭാവം പഠിച്ചോ? താണ്ടുണ്ണി വാ, എന്നാ രണ്ടാൾക്കും കൂടിയാ. എനിക്ക് അവൻ തരില്ല ചെറിയച്ചാ. ചേച്ചിക്കും കൊടുക്കണം കേട്ടോ. കുറച്ചു കൊടുക്കാം. ഈ പൊതി എന്താ ചെറിയച്ചാ? ഇത് നിങ്ങൾക്കല്ല, ഇത് ചെറിയമ്മയ്ക്കാ. ഓർക്കണ്ട, വല്ല മഹാരോഗം പകരില്ലെന്ന് ആരറിഞ്ഞു? മഹാരോഗം ആർക്ക്? ഈ വീട്ടിൽ എല്ലാവർക്കും എന്തോ മഹാരോഗം ഉണ്ട്. അതൊന്നും ഇല്ലാത്തവർക്ക് അത് പകർത്തണ്ടല്ലോ. ശോഭന്തി? എനിക്കറിയില്ല. അമ്പിയർത്തിയിലൂടെ പാടത്തും പറമ്പത്തൊക്കെ നടക്കണുണ്ട്. കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കണുണ്ടോന്ന് അറിയണല്ലോ. എടി സുധേ, മിണ്ടാണ്ടിരിക്കടി. അവളുടെ ഒരു വർത്താനം. എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നേ? ഇവിടെ എല്ലാവരുടെയും വിചാരം കോലത്തെ തമ്പുരാട്ടിയാന്നാ. എനിക്ക് അങ്ങനെയല്ല. എന്താ എടുത്തി പ്രശ്നം? ഒന്നുമില്ല. പോയി കുപ്പായം മാറുക. എടത്തി കാപ്പി തരാം. ഏയ്, ഇതെന്താ ഒറ്റയ്ക്ക് സബസ്? അമ്പികടുത്ത് വന്നിട്ട് എന്തു പറഞ്ഞു? പോയി. പാവം, ഞാൻ 2 വളയും 1 കമ്മലും കൊടുത്തു. ഓഹോ, അത് കൊള്ളാം. പിന്നെ ഇന്നിവിടെ എന്താ പ്രശ്നം ഉണ്ടായേ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഈ വീട്ടിൽ ഞാൻ അനങ്ങിയ കുറ്റ. സുഖമായിട്ട് വഴക്കുണ്ടായോ? വേണ്ട, ഒന്നും ചോദിക്കണ്ട. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണം. ഞാൻ പറയാത്ത കാര്യം കൂടി പറഞ്ഞുണ്ടാക്കും. ഇന്ന് അടുക്കളയിൽ വെച്ച് എന്റെ കൈയൊന്ന് പൊള്ളി. അമ്മ എന്റെ കയ്യിൽ തുപ്പല് പുരട്ടിയപ്പോ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞുപോയി. അതിന് സുധ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ആർക്കും മഹാരോഗം ഇല്ല, ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പോലും ഉണ്ടില്ല, അറിയോ? എന്നിട്ട് പട്ടിണി ഇരുന്നോ? ഞാൻ പട്ടിണി ഇരുന്നാലെന്ത്? ആർക്ക് നഷ്ടം? എല്ലാവർക്കും എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറക്കിയാൽ മതിയെന്നാ. ഇങ്ങനെയാ പപ്പടം എഴുതണേ. ഞാൻ നോക്ക്. പപ്പടം. നീ എന്തിനാണ് ശോഭയോട് വഴക്കുണ്ടാക്കിയത്? ഞാൻ വഴക്കൊന്നുണ്ടാക്കില്ല. മോണ പറയുന്നോടി. വഴക്കുണ്ടാക്കണ്ട, അവള് കരയണേ. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കൊടുത്തോ നിങ്ങള്? വിളിച്ചിട്ട് വരാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അടിച്ച് ശരിപ്പെടുത്തിക്കോ ഞാൻ തന്നെ. എന്താ കാര്യം? എന്തിനാ അവളെ അടിക്കണേ? എന്നെ ശരിയാക്കണേ. എന്റെ അമ്മ വെല്ലൊക്കെ കൊണ്ടുവിടെ. പെണ്ണിന് ശരിയാക്കും. ഞാൻ ആരുമല്ല നിന്റെ. അതന്നെ എനിക്ക് പറയാനുള്ളത്. ഏട്ടൻ ആരും അല്ലാണ്ടാവരുത്. മിണ്ടാണ്ടിരിക്കടി. അമ്മ മിണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാവും ഒരു അസൂയ. ശോഭയ്ക്ക് കുറച്ച് പണവും സൗന്ദര്യം ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എല്ലാവരും കൂടെ അവളിങ്ങനെ കഷ്ടപ്പെടുത്തണം. വിജയ, നീ കഥ അറിയാതെ ആട്ടം കാണുക. കാര്യം അറിയാതെ വല്ലതും പറയരുത്. അവളെ എന്ത് കഷ്ടപ്പെടുത്തിയെന്നാ നീ പറയണേ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി. ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ നിന്നത്. അവളെന്താ പഴച്ചേ? വിജയ, നീ വെറുതെ തോന്നലൊന്നും പറയണ്ട. ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയണത് ഒരു നിസ്സാര കാര്യമാണ്. എനിക്കത് നിസ്സാര കാര്യമല്ല. ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ. അവൾക്കൂടെ സമാധാനം ഇല്ല, നേരത്തിന് ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാര കാര്യമല്ല. എന്താടാ എന്താ? ഏട്ടൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇല്ല. ഇവിടെ എല്ലാരും കൂടെ ശോഭയെ എലിനെ പോക്കണ പോലെ പോയിക്കുക. അതൊക്കെ നിന്റെ തോന്നല. അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? ഏട്ടനൊന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കുക. ഇങ്ങനെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ അവളെ വിളിച്ച് മാറിത്തരാം. എന്താ വിജയ് പറഞ്ഞത്? പിന്നല്ലാതെ താഴാവുന്നിടത്തോളം താഴ്ന്നുണ്ട്. എന്നിട്ടും എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക. അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടോളേ, പറഞ്ഞു കേട്ടോ. എല്ലാവരും കൂടെ എന്റെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും. അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളു കാര്യം. അതിനിങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. സുധ പറഞ്ഞത് ശരി തന്നെയാ. മാനത്തൊന്ന് പൊട്ടി വീണതാവും. ഒരൊറ്റ അടിയടിച്ചാണ്ടല്ലോ കരണക്കല്യാൻ തകർക്കും. ഇനി നീ തുടങ്ങിക്കോ. നിന്റെ വായി എന്തെങ്കിലും വീണോന്ന് അറിഞ്ഞാ അതോടെ തീർന്നു. ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. അമ്മയ്ക്കൊന്ന് കണ്ടറിഞ്ഞു നിന്നൂടെ? എനിക്ക് വയ്യ. അവളൊരു കെട്ടിലമ്മ. എന്റെ കുടുംബത്തെ അന്തച്ചിത്രം ഉണ്ടാക്കും അവള്. പൊന്നെന്ന് കരുതിയത് കാക്കപ്പന്ന. എന്നെ പറഞ്ഞാ മതി. എന്റെ നളിനി ആയിരുന്നെങ്കിൽ. നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഒരു ടാക്സിക്കാർ വിളിച്ചോണ്ട് വരാമോന്ന്? എവിടെ കിട്ടാനാ? എവിടെയാ കിട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ. ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നിങ്ങളെന്താ കളിയാക്ക? എന്താ ശോഭേ? ഒരു ടാക്സി എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇയാള് പൊട്ടം കളിക്കണം. പൊട്ടനായതുകൊണ്ടല്ലേ പൊട്ടം കളിക്കണത്? കുഞ്ഞമാമ അങ്ങനെയാ. എങ്ങനെ? എന്റെ അടുത്ത് വേണ്ട. എല്ലാവരുടെ ഒപ്പം കയറിയിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ. സാരല്ല, ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി. സാരല്ല, നിർത്തണ്ടടുത്ത് നിർത്തണം. ആ എടുത്തേ, ഞങ്ങളൊന്ന് പുറത്തു പോവുക. വരാൻ വൈകും. ഊണ് കഴിക്കണ നേരമാകുമ്പോഴേക്കും എത്തില്ലേ? ഊണൊന്നും വേണ്ട, ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും. എന്തിന്? അവിടെ മര്യാദയ്ക്ക് ഇരുന്ന നാമം ജപിക്ക്.
കുഞ്ഞുമാമ, ശോഭ പറയണതൊന്നും കാര്യാക്കണ്ട. പണ്ടാലങ്ങനെ ഇവിടെ ഉള്ളവർക്ക് നാട് വിട്ടുപോയോ? നെല്ല് മുഴുവൻ കോഴി തിന്നണല്ലോ. ഇത് എങ്ങനെ ഉണ്ടാക്കണം ആർക്കും അറിയണ്ടല്ലോ. ഞാനിപ്പൊ ചെക്കിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. കുഞ്ഞുമാമ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. നല്ല ആളാ കുഞ്ഞമ്മാമ. ഉണക്കായിട്ടില്ലേ? ആ, കുളിച്ച് കുപ്പായം മാറി. എന്താ പെണ്ണ് കെട്ടാൻ പോണ്ടോ? എന്താ കുഞ്ഞമ്മാമേ, നിങ്ങൾക്കൊക്കെ കണ്ണി ചോരയില്ലേ? ബാക്കിയുള്ള ചോര നീരാക്കി ഇതൊക്കെ ഉണ്ടാക്കണേ. എന്നിട്ട് കാക്കയ്ക്കും കോഴിക്കും കൊടുക്കാനല്ല. എന്നാ പാടത്ത് ഉഴവ് നടക്കാണ്. അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ? ഒരു കഴ തുറക്കാനോ അടക്കാനോ, എന്തിനാ തൂമ്പൊന്ന് എടുക്കാൻ പോലും ഉഴവ് നിർത്തി ഞാൻ തന്നെ പോണം. കട്ടുണ്ട്. എന്താ ഒന്നും മിണ്ടാത്തേ? ഇതാണ് എനിക്ക് കലി കയറണത്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഒന്നീ പൊട്ടം കളിക്കും, അല്ലെങ്കിൽ ഒരു ചരഞ്ഞ ചിരി. ഞാൻ പറഞ്ഞാ മതി, ഇവറ്റകൾക്കൊക്കെ വേണ്ടി പോത്തിനെ പോലെ പണിയെടുക്കണം. ഇന്ന വേണം അടിക്കാൻ. വിളിച്ചോ വിളിച്ചോ, നല്ല ഭംഗിയുണ്ട്. കുഞ്ഞുമാമയ്ക്ക് സന്തോഷമായി. നിന്റെ നാട് ചീത്ത കേട്ട് പോണമെന്നുണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞു. പോവേ എങ്ങട്? നളിനിയുടെ അടുത്തേക്ക്. എന്തിന്? ഇവിടെ എന്താ കുഞ്ഞമാമയ്ക്ക് ഒരു കുറവ്? നീയുള്ളടത്ത് കുഞ്ഞുമാമയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എന്നാലും പോണം, അതാ നല്ലത്. അല്ലെങ്കിൽ എന്താ കുഞ്ഞമാമ ആരെയും എന്തെങ്കിലും പറഞ്ഞോ? ആരൊന്നും പറഞ്ഞില്ല. പിന്നെന്തിനാ പോണേ? എന്താമേ? അവൻ ഇപ്പൊ ഇവിടെ ഒരു സമാധാനം ഇല്ലാന്ന്. ശോഭ എന്തോ പറയോറ്റോ ചെയ്തു. എന്തു പറഞ്ഞു? ഒന്നുമില്ല. അതൊന്നും സാരമില്ലെന്നേ. എന്തെന്നറിയില്ല, ആകെ ഒരു സമാധാനക്കേട്. നളിനെ കാണാത്തോണ്ടായിരിക്കും. അതൊന്നും അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കുടുംബത്താകെ ഒരു താളം തെറ്റിലുണ്ട്. എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം, എന്തൊക്കെയോ നീറണം. വെളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിൽക്കണ പോലെ ആകെ ഒരു പുകമയം. കുഞ്ഞമാമ വയ്ക്കോ വയ്ക്കോ. യാത്രയില്ല. ഇപ്പൊ തന്നെ? പിന്നെ എപ്പോഴാ? പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങോട്ട് പോവാം. ഇനി നിന്നാ പോവാൻ പറ്റില്ല. കുഞ്ഞമാമയ്ക്ക് കാശുമല്ലോ? ഒന്നും വേണ്ട, ഒക്കെ മാലകുട്ടിയോട് വാങ്ങിയിട്ടുണ്ട്. ഊണ് കഴിച്ചിട്ട് പോവാടാ. വേണ്ടമേ, പോണെങ്കിൽ ഇപ്പൊ തന്നെ പോട്ടെ. ഈ വയ്യ. ഞാൻ വരാം കുഞ്ഞമാമേ, അങ്ങോട്ട് വരാം. ഇന്ന എല്ലാവരോടും, കുഞ്ഞുമക്കളോടും വിജയനോടും താനാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കണം. അതായി തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം. എത്ര നാള് വേണമെങ്കിലും, തന്റെ ഇഷ്ടം. എനിക്കിഷ്ടമല്ല. എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ. ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും. എനിക്കൊരു അഭിമാനമുണ്ട്. വേണ്ട, നമുക്ക് ടൗണിലൊരു വീടെടുത്ത് മാറിയാലോ? എന്തിന്? ഓ, എന്റെ ശല്യം ഒഴിവാക്കി കൊടുക്കണം അല്ലേ? അതല്ല ശോഭ, എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം. അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ. ഇവിടുന്ന് മാറേണ്ടവര് മാറട്ടെ. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇതൊക്കെ ആര് പറഞ്ഞു തന്നു? ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല, എനിക്കറിയാം. നീ തിരക്കിലാണോ? അല്ല. ശോഭയോ? അവൾക്കൊരു തലവേദന. ഡോക്ടർ വിളിക്കണോ? വേണ്ട, ജലദോഷ. ഞാനൊരു ഗുളിക കൊടുത്തു, കുറവുണ്ട്. വെള്ളം പിടിക്കാഞ്ഞിട്ടാവും. കുറച്ചു ദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. നീ ഒന്നും കൂടെ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഏട്ടനെന്തോ? ചെല്ല് ചെല്ല്. കുഞ്ഞമ്മാമ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു. നന്ദി വേണം. കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോട്ടെ, നിന്നെ വിളിച്ചൊരു കാര്യം പറയാനാ. സുധയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഭാരം ഒഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ ഒന്ന് ശ്വാസം കഴിക്കാം. ആ, ആലോചിക്ക്. പക്ഷേ എന്തേലും കാൽ കാശില്ല. 2 കല്യാണം കഴിഞ്ഞപ്പോ നടുവൊടിഞ്ഞു. എന്തേലും
ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നും ഇല്ല. എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതറിയാം. എന്ന് വെച്ച് ഇനി ഇത് നീട്ടുന്നത് ശരിയല്ല. കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത്. അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയാ. അത് വേണ്ടായിരുന്നു. എനിക്കറിയാം എന്നോടുള്ള വാശിയാ. വാശിയൊന്നും അല്ലടാ. നീ പെണ്ണും കെട്ടി ഇവിടെ ജീവിക്കുക, അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തിവിടുക. അവളൊരു പെൺകുട്ടിയല്ലേടാ, സഹിക്കണ്ടേ? എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞില്ലേ, പോട്ടെ. ഇനിയിപ്പോ അത് പറഞ്ഞ് മുഷിയണ്ട. ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോടും ഒന്ന് ആലോചിക്കാം. അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല. ശരിയാണെങ്കിൽ എടുത്താൽ മതി. ശരിയാണ് മോനെ, ഏട്ടൻ പലതും മനസ്സിലാക്കിയില്ല. ആലോചന എവിടെ നിന്നാ പറഞ്ഞേ? നല്ല കുടുംബക്കാരാ, വടക്കാഞ്ചേരിന്ന്. എന്ത് ചേരി ആയിക്കോട്ടെ, ഈ കല്ലുവെട്ടുകാരും ഒഴവുകാരും ഒന്നും വേണ്ട. എന്റെ സ്റ്റാറ്റസോടെ ഒന്ന് നോക്കണേ. അതും ഏട്ടൻ ആലോചിച്ചു. ഇനിയിപ്പോ ആരും രാഘവൻ നായരുടെ പേര് പറയില്ല. അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ വീട്, വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ. അതുകൊണ്ടാ ഏട്ടന് ഈ ആലോചന കൊള്ളാന്ന് തോന്നിയത്. ചെക്കൻ ബി എക്കാരനാ, വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക്. കാഴ്ചയ്ക്കും എടുക്കാൻ ഫോട്ടോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടായി. പക്ഷേ അവൻ ചോദിക്കുന്ന ഇത്തിരി കൂടുതലാ. ഒരു 50 പവൻ കൊടുക്കേണ്ടി വരും. ഓ, ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണം? കുടുംബത്തിന് നല്ല നിലയാ. സുധയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല. അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം. മുഴുവനും നീ സഹിക്കണ്ട. ഒരു 10-15 പവൻ ഞാൻ എങ്ങനെയും ഉണ്ടായിക്കോളാം. നോക്കട്ടെ, ഞാൻ ശോഭയോടൊന്ന് ആലോചിക്കട്ടെ.